കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കസേര എല്ലാ രീതിയിലും ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയി. ഹൈബി ഈഡൻ വീണിരിക്കുന്നു. എറണാകുളത്ത് കേരളത്തിലെ ഓൺലൈൻ മാധ്യമ കൂട്ടായ്മയുടെ അധ്യക്ഷ പദവിയിൽ നിന്നും ഓൺലൈൻ വിങ്ങിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഹൈബി ഈഡൻ പടിയിറങ്ങിയിരിക്കുകയാണ്. സണ്ണി ജോസഫ് എന്ന KPCC പ്രസിഡന്റിനോട് ചെന്ന് പറഞ്ഞിരിക്കുന്നു, മതിയായി, എനിക്ക് റോജി എം ജോണിനെതിരെ, ദീപ്തി മേരി വർഗീസിനെതിരെ, VD സതീശനെതിരെ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും തറക്കളിയും അടിയും വിഴുപ്പലക്കലും തന്നെ. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എൻ്റെ ഇമേജ് നോക്കണം. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം, എൻ്റെ ക്രെഡിബിലിറ്റി നേടിയെടുത്തിട്ടുണ്ട് ഈ നാട്ടിൽ. കാലാകാലങ്ങളായി എറണാകുളത്തും കേരളവും എന്നെ കൺസീവ് ചെയ്യുന്നൊരു രീതിയുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് ഹൈബി ഈഡൻ എന്ന MP ഇന്ന് രംഗത്ത് വന്നു. എത്രമാത്രം വലിയ അധപ്പതനത്തിലേക്കാണ് കോൺഗ്രസ് പോയത് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാവുകയാണ് ഹൈബിയുടെ രാജി റിക്വസ്റ്റ് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ എത്ര സ്ഥലത്താണ് മുഖ്യമന്ത്രിമാരുടെ പേര് വെച്ച്, നിയുക്ത മുഖ്യമന്ത്രി എന്ന പേരും ബോർഡും വെച്ച് നിരത്തുകൾ നിറയുന്നത്. മലപ്പുറത്ത്, ആലുവയില്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, എല്ലായിടത്തും രമേശ് ചെന്നിത്തലയാകട്ടെ, VD സതീശനാകട്ടെ, KC അണിയറയിൽ ഡോക്യുമെന്ററിയുടെ നിർമ്മാണത്തിലാണ്. എല്ലാ രീതിയിലും ഇങ്ങനെ അടപടലം കോൺഗ്രസ് മൂഞ്ചുന്നു എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൽ വരട്ടെ, വന്നിട്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ ആര് മുഖ്യമന്ത്രിയാവണമെന്ന് തീരുമാനിക്കാം. PMA സലാം, ലീഗ്, ഘടകകക്ഷികൾ മുഴുവനും കോൺഗ്രസിനോട് യാചിക്കുകയാണ്. അധികായകന്മാരായ നേതാക്കന്മാർ മുമ്പിൽ നിന്ന് അടികൂടുന്നത് കൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് ഒരക്ഷരം മിണ്ടാൻ കഴിയാത്തൊരവസ്ഥ. ഈ നാട് ഭരിക്കാൻ ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ് നയിക്കുന്ന UDF എത്തിപ്പെട്ടാൽ വരാനിരിക്കുന്ന 5 വർഷം ഈ കേരളം ഏതവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതിന്റെ ഉദാഹരണമാകുന്നു. ഒരൊറ്റ നിയമം ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഒരു കാര്യം ഇവർക്ക് നടപ്പിലാക്കാൻ പറ്റുമോ? മതസമുദായ സമവാക്യങ്ങളെ ഇവർക്ക് നോക്കണം, ഗ്രൂപ്പിസത്തെ നോക്കണം, സീനിയേഴ്സിന്റെ ജൂനിയേഴ്സിന്റെ ഇടത്തരം നേതാക്കളുടെ മുഴുവൻ അഭിപ്രായങ്ങളും മനോഗതവും നോക്കി നൂറുകണക്കിന് കാര്യങ്ങൾ തീരുമാനിച്ച് ഈ നാടിന്റെ റിക്വയർമെന്റുകൾ മുഴുവനും 2ാം നിരയിലേക്ക് താഴ്ന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. ഇതുകൊണ്ടാണല്ലോ മുഖ്യമാധ്യമങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകർ, പൊതുബോധമുള്ളവർ മുഴുവനും പറഞ്ഞത്, LDF എങ്ങാനും അധികാരം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ 3 മാസം LDFന് തിരിച്ചു വരണമെന്ന് ഈ കേരളം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് UDF കേരളത്തെ കൊണ്ട് എത്തിക്കുമെന്ന്. അതിന് UDFലെ ഘടകകക്ഷികളോ ലീഗോ ഒന്നുമല്ല കാരണം, കോൺഗ്രസ് എന്ന ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ. അങ്ങനെ അവസാനം ഹൈബി ഈഡനും കൂടി രാജിവെച്ച് ഇറങ്ങുന്നതോടുകൂടി കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്കാണ്. ഒരാളെങ്കിലും മിണ്ടുന്നുണ്ടോ? സതീശനോ ചെന്നിത്തലയോ KCയോ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? സണ്ണി ജോസഫ് വായിൽ പഴം തിരികിയിരിക്കുകയാണ് KPCC ആസ്ഥാനത്ത്. മെയ് 4 വരെ ഈ അടിപിടി തുടരും. എന്തെല്ലാം സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും.